മോളെ, എന്റെ മനസ്സിലൊരാശയം തോന്നുന്നുണ്ട്. നീയും മാധവനും കൂടെ പോയി കുറുപ്പിനെ ഒന്ന് കാണു. എന്നിട്ട് വിക്രമന്റെ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് കുറുപ്പ് തന്നെ ഈ വിവാഹം നടത്തി തരണമെന്ന് കുറുപ്പിനോട് ആവശ്യപ്പെടണം. കോടീശ്വരനായ വിക്രമന്റെ അച്ഛന്റെ സ്ഥാനത്ത് കോടീശ്വരനായ കുറുപ്പ്. എന്തു പറയുന്നു? ആശയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ വിക്രമന്റെ അച്ഛന്റെ സ്ഥാനത്ത് നിൽക്കാനൊന്നും കുറുപ്പ് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഞാൻ മാധവേട്ടനോടൊന്ന് സംസാരിച്ചു നോക്കാം. ആഹാ, കിളവിമാര് തമ്മിൽ എന്താ ഒരു കൂടിയാലോചന? ലോകം കീഴടക്കാനുള്ള വല്ല ഗൂഢാലോചനയാണോ? നിന്നെ കെട്ടാൻ പോകുന്ന പയ്യന്റെ കാറിൽ കയറിയാണല്ലോ നീ പോയത്. കെട്ടുന്നതിന് മുമ്പുള്ള ഈ ഏർപ്പാട് അത്ര ശരിയല്ലെന്ന് ഞങ്ങള് പറയുമായിരുന്നു. ഓ, അതാണോ എന്നെ കോളേജിൽ ഡ്രോപ്പ് ചെയ്തത്? അത്ര വലിയ തെറ്റാണോ അമ്മേ? നല്ല വിശപ്പ്, എന്തെങ്കിലും താ. വാ, ഇത് പിടിക്ക്. അമ്മ അത് കൊണ്ടുവെക്ക്. എന്റെ ഭഗവാനെ, എല്ലാം ഭംഗിയായൊന്ന് നടത്തി തന്നാ മതിയായിരുന്നു. ഈ പോസ്റ്റർ വൈറലാകും. സൂപ്പർ ഡയലോഗ്. നമുക്ക് ഇതെടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടാലോ? എന്തായിട്ട് ചാനലൊക്കെ ഉണ്ടോ? പിന്നെ 400K അല്ലേ? എന്തൊക്കെ പറഞ്ഞാലും ആള് അടിപൊളി തന്നെ. മിക്കവാറും ബുക്കിങ്ങിന് ക്യൂ ആയിരിക്കും. ഒരു കാര്യം ചെയ്, ആദ്യ ബുക്കിംഗ് നീ തന്നെ എടുത്തു. ഒരു ഞരമ്പ് രോഗി തിരിച്ചു വരുന്നു. അത് ഞരമ്പ് രോഗിയല്ലടാ, കുറുപ്പ് സാറിന്റെ മോന. നാടിനകത്ത് എന്താണത്? പുതിയ ഐറ്റാ. എങ്ങനെയുണ്ട്? പന്നത്തനം കാണിക്കുന്നോളാം. ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടരുത്. ആവശ്യമില്ലാത്ത കാണിക്കുന്ന ഞാനല്ല, നീയൊക്കെയാ. പാവപ്പെട്ട പിള്ളേരെ മാനം കെടുത്താൻ നോക്കിയാ കൊല്ലും ഞാൻ. ഇവിടെ പാവം പെണ്ണൊന്നുമല്ല, ഒരുപാട് പേരുടെ കുടുംബം തകർത്തവളാ അഴിഞ്ഞാട്ടക്കാരി. ഓടിക്കൂടാ. ഇനി ഈ കുട്ടിയെ കുറിച്ച് നിന്റെ നാവിന്നൊരു പിഴച്ച വർത്താനം വന്നാ ഉണ്ടല്ലോ, കൊല്ലും ഞാൻ. ഈ കുട്ടി എനിക്കറിയാം, വളരെ മാനം മര്യാദയ്ക്ക് നടക്കുന്ന കുട്ടിയാ. വലിച്ചു കയറി കാണാം ബാക്കിയുള്ള പോസ്റ്ററൊക്കെ. വേണ്ട, ഇത് എനിക്ക് കൊട്ടേഷൻ കിട്ടിയതാ. വെറുതെ ബുദ്ധിമുട്ടുണ്ടാക്കാൻ മാറിക്ക്. കൊട്ടേഷൻ കിട്ടി ഏത് പെണ്ണിന്റെയും പോസ്റ്റർ ഒട്ടിക്കോടാ. ഒട്ടിക്കും. ഏറ്റെടുത്ത പണി ചെയ്താ ശീലം. ഒരു ശീലം. നിരപരാധികളായ പെൺകുട്ടികളുടെ ജീവിതം തകർക്കുന്ന പണി ഇന്നത്തോടെ നിർത്തിക്കോണം കേട്ടോ. ശീലല്ലടാ, ഞാൻ മാറ്റിത്തരാ. കഷ്ടം, രാവിലെ ഇറങ്ങി
ഇറങ്ങിക്കോളൂ ഓരോന്ന് മനുഷ്യന്റെ മനസ്സമാധാനം കളയാനായിട്ട്. ഇവനെയൊന്നും പോലീസിൽ പിടിച്ചു കൊടുക്കാൻ ഇവിടെ ആളില്ലേ? കണ്ടാലോ, ഏതോ വലിയ കുടുംബത്തിലെ ചെക്കൻ. കയ്യിലിരിപ്പോ തനി തറ. വൃത്തികെട്ടവൻ. അതല്ല കുട്ടി, ഞാൻ എന്തിന്റെ കേടോടോ തനിക്കൊക്കെ? പോയവളുടെ ഫോട്ടോ ഒട്ടിച്ചപ്പോഴല്ലേ നിനക്ക് നൊന്തുപോയത്? എന്തായി? വാ, അവള് പിഴയാണ്. നീ കൂടെ ഒന്ന് പോസ്റ്റ് ഒട്ടി. ഇറങ്ങിക്കോളൂ ഓരോന്ന് മനുഷ്യന്റെ മനസ്സമാധാനം കളയാനായിട്ട്. ഇവനെയൊന്നും പോലീസിൽ പിടിച്ചു കൊടുക്കാൻ ഇവിടെ ആളില്ലേ? ഒരു പോസ്റ്റർ ഒട്ടിക്കാൻ പോലും കഴിവില്ലാത്ത നിന്നെയൊക്കെ കൊട്ടേഷൻ ഏൽപ്പിച്ച് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. കഷ്ടം. അയ്യോ, പ്രൊഫഷണൽ ഗുണ്ടാണെന്നും പറഞ്ഞ് ഞെളിഞ്ഞ് നടക്കുകയല്ലേ. ക്യാഷ് വാങ്ങി വെട്ടി വിഴുങ്ങിയിട്ട് ഇടിയും കൊണ്ടുവന്ന് നിൽക്കുന്നു. അതെ, ഞാനൊരു കാര്യം പറയട്ടെ, ഇതൊക്കെ നിർത്തി നീക്ക് വല്ല നൃത്ത നാടകത്തിൽ അഭിനയിക്കാൻ നോക്ക്. അല്ല പിന്നെ, അയ്യോ അത് ശരിയാവില്ലല്ലോ. വേണ്ട വേണ്ട വേണ്ട, അത് അവർ കൂടി നാണക്കേടാവും. ഞാൻ എന്റെ തൊഴിലിൽ ഒരു വിട്ടുവീഴ്ചയും വരുത്തിയിട്ടില്ല. അമ്പല പരിസരത്തെല്ലാം ഞങ്ങൾ പോസ്റ്റർ ഒട്ടിച്ചതാ. എന്നിട്ട് സാറിന്റെ മോൻ ജഗന എല്ലാം വലിച്ചു കീറി ഞങ്ങളെ തല്ലിച്ചതച്ചു. ജഗനോ? അതെ, പോസ്റ്ററിൽ ചിത്രമുള്ള പെണ്ണ് അഴിഞ്ഞാട്ടക്കാരിയല്ല, പരിശുദ്ധയാണെന്ന് പറഞ്ഞ് ഞങ്ങളെ തല്ലിച്ചതച്ചത് ജഗന. മോൻ അവള് പരിശുദ്ധയാണെങ്കിൽ പിന്നെ എന്തിനാ സാറേ ഞങ്ങളെ കൊണ്ട് ഈ പാഴ്വേല ചെയ്യിപ്പിക്കുന്നത്? അത് ജഗൻ മനഃപൂർവ്വം ചെയ്തായിരിക്കില്ല. സ്ത്രീകളെ കുറിച്ച് ആരെങ്കിലും മോശമായി പറയുകയോ പെരുമാറുകയോ ചെയ്താൽ അവരെ ഇടിച്ച് ഇല്ലാതാക്കും. അതവന്റെ ഒരു ശീലമായി പോയി. എന്നാ പിന്നെ ഈ നാറിയ പണിക്കിറങ്ങി ജഗന്റെ തല്ലുള്ള ഞാനില്ല. അങ്ങനെ പോകില്ല സമയത്ത്.
പോസ്റ്റർ ഒട്ടിച്ച് അവളെ മാനം കെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ മറ്റെന്തെങ്കിലും പദ്ധതി നമുക്ക് ആസൂത്രണം ചെയ്യാം. എന്നാ ഇനി എന്ത് വേണമെന്ന് സാറ് പറഞ്ഞാൽ മതി. ഞാനൊന്ന് ആലോചിക്കട്ടെ. എന്തായാലും എന്നെ കൊടുക്കാനുള്ള നിയമ നടപടികളുമായി ഇറങ്ങി തിരിച്ച അവളെ ഞാൻ വെറുതെ വിടില്ല. ഒരു കാര്യം തൽക്കാലം ഇതിരിക്കട്ടെ. പോകുന്ന വഴിക്ക് രണ്ടെണ്ണം വീശി അടി കൊണ്ട് ക്ഷീണം തീർക്ക്. പിന്നെ ഞാൻ വിളിക്കാൻ ഒരു കാര്യം പറയാനുണ്ട്. അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഈ വീടിന്റെ പരിസരത്തേക്ക് വന്നേക്കരുത്. ഇവിടെ 10-36 ക്യാമറ വെച്ചിട്ടുണ്ടെന്ന്. മനസ്സിലായോ? എന്നാച്ചേ ശരി. അയ്യോ, കാശും കൊടുക്കണം, ഐഡിയയും പറഞ്ഞു കൊടുക്കണം. ഇതൊക്കെയാണ് ന്യൂ ജനറേഷൻ ഗുണ്ട. കഷ്ടം. കുഞ്ഞിന് പനി വിട്ടു മാറുന്നില്ലല്ലോ. ഒന്നുകൂടെ ഡോക്ടറെ കൊണ്ട് കാണിച്ചാലോ മോളെ? അതിന്റെ ആവശ്യമില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. പനി പൂർണ്ണമായിട്ടും വിട്ടുമാറുന്ന മരുന്നാ ഡോക്ടർ മോൾക്ക് കൊടുത്തത്. മോളെ, വീണ്ടും സാഗറും രാഖയും കൂടെ വന്നേ കുഞ്ഞിനെ കൂട്ടിക്കൊണ്ടു പോകുമെന്നുള്ള പേടിയുണ്ട് അവക്ക്. കുഞ്ഞിനെ ബാധിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അസുഖമേ ഭയം തന്നെയാ. രാഖിയുടെയോ സാഗറിന്റെയോ പേര് പോലും ആരും കുഞ്ഞിന്റെ മുന്നിൽ വെച്ച് പറഞ്ഞു പോകരുത്. മോളെ, മോളെ, മുത്തശ്ശിയെ മനസ്സിലായോ? അവര് പോയോ മുത്തശ്ശി? എന്നെ അവരുടെ കൂടെ വിടലെന്ന് വന്ദനമ്മേനോട് പറ. അവരോട് പോവാൻ പറ. മോളെ പേടിക്കല്ലേ, മോളെ ആരും കൊണ്ടുപോവില്ല. വന്ദനമ്മ മോളെ ആർക്കും വിട്ടു കൊടുക്കുകയില്ല. പിടിച്ചേ പിടിച്ചേ. വന്ദനമ്മേ, ഒരു പാട്ട് പാടിത്തരുതിയമ്മൾക്ക്. എന്റെ അച്ഛൻ പാടിത്തരുന്ന ഒരു പാട്ടുണ്ട്. ആ പാട്ടൊന്ന് പാടിത്തരൂ.
നീ എന്താടാ ഇങ്ങ് പോന്നേ? ഓഫീസിൽ പോയില്ലേ? എങ്ങനെ പോവാനാ? സ്വന്തം കൂടപ്പറപ്പിന്റെ കയ്യിലിരിപ്പ് ഇതാണെങ്കിൽ മനുഷ്യന് മാനം മര്യാദയ്ക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ? ഹ, നീ കാര്യം പറ പ്രകാശ. കൊച്ചുമോള് ചെയ്യുന്നതെല്ലാം 100% ശരിയാണെന്നുള്ള അഭിപ്രായമല്ലേ അച്ചമ്മയ്ക്ക്? ഇതാ കൊച്ചുമോളുടെ വിശേഷം ഒന്ന് വായിച്ചു നോക്ക്. എന്റെ ദൈവമേ, എന്താ അച്ഛമ്മേ? പ്രകാശേട്ടനാകെ ചൂടിലാണല്ലോ. എന്തു പറ്റച്ചമ്മേ? എന്തു പറ്റിയമ്മേ? വന്ദനയുടെ പടം കൊടുത്തിട്ട് എന്താ എഴുതി വെച്ചേക്കുന്നെന്ന് നോക്ക്. എന്റെ ഭഗവാനെ, ഇവൾ അഴിഞ്ഞാടി നടക്കുന്നവളാണെന്ന്. എന്തൊക്കെയാ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്? ഈ പോസ്റ്റർ എവിടുന്ന് വന്നു? പുറത്തു പോയി വന്നപ്പോ പ്രകാശം കൊണ്ടുവന്നത്. അച്ചമ്മയ്ക്ക് വായിച്ച് രസിക്കാൻ എന്റെ മുമ്പിലേക്ക് ഇട്ടിട്ട് പോയി. എന്റെ ഭഗവാനെ, ഗുരുവായൂരപ്പ, എന്റെ മോൾ ഇതിനകം എന്തെല്ലാം അപവാദങ്ങൾ കേട്ടിരിക്കുന്നു. ഇപ്പൊ അഴിഞ്ഞാടി നടക്കുന്നവളൊന്ന് ദുഷ്പേരും കൂടിയായോ? അയ്യോ ദൈവമേ, ഇതൊക്കെ എന്റെ കുഞ്ഞെങ്ങനെ സഹിക്കും? ആരാ അച്ഛമ്മ ഇതിന്റെ ഒക്കെ പിന്നില്? അറിയില്ല, എനിക്കൊന്നും അറിയില്ല. എന്റെ കുഞ്ഞിനെ എല്ലാവരും കൂടി അങ്ങ് കൊന്നിട്ട് അടങ്ങും. ഇതിനൊക്കെ വേണ്ടി എന്ത് പാവം എന്റെ കുഞ്ഞ് ചെയ്തത്. അമ്മേ, എന്റെ ഭഗവാനെ, നീ ഇവിടെ കൊച്ചിനെ ചികിത്സിച്ചോണ്ടിരുന്നോ? നിന്റെ പടവും പത്രാസും ഒക്കെ ദാ ചുമരിൽ പതിപ്പിച്ച് തുടങ്ങി. ദാ കാണ്. എന്താടി ഇതിന്റെയൊക്കെ അർത്ഥം?
ജോലിക്കെന്ന് പറഞ്ഞ് പുറത്തു പോയിക്കൊണ്ടിരിക്കുന്ന എന്തിനാണ്? വാസ്തവത്തിൽ എന്തായിരുന്നു നിന്റെ പണി?